ഈശോയുടെ സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ എത്തി നിൽക്കുകയാണ്. ജീവിതത്തിലൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും ലോകത്തിലില്ല. എത്ര ഉന്നതങ്ങളിലേക്ക് കയറിയാലും വീണ്ടും ഉന്നതങ്ങളിലേക്ക് പോകണമെന്നും എത്ര നന്നായാലും കുറച്ചുകൂടി നന്നാകണമെന്നും ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. അത് നല്ലതുമാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകളിലേക്ക് കടന്നു പോകാനും ഇന്നു ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ പ്രസക്തമായും ഇതിനേക്കാൾ മനോഹരമായും ചെയ്യുവാനും നമുക്ക് എപ്പോഴാണോ മനസ്സുണ്ടാകുന്നത് അപ്പോൾ മുതൽ യഥാർത്ഥത്തിലുള്ള ഒരു ആനന്ദത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തി നിൽക്കുകയാണ്. ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന ഒരു ശരാശരി ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയെ അവസാനിപ്പിക്കുന്നതുമാണ്. പലപ്പോഴും മനുഷ്യരുടെ ഇടയിൽ കാണുന്നത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ്. ഇത്രയൊക്കെ മാർക്ക് മതി, ഇത്രയൊക്കെ പണിയെടുത്താൽ മതി, ഇത്രയൊക്കെ ഉയർച്ച മതി, ഇത്രയൊക്കെ ജീവിതത്തിൽ നന്മകൾ മതി എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് പലപ്പോഴും കടന്നു പോകുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും ജീവിതത്തിലേക്കൊരു മാറ്റം ആവശ്യമുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോൾ അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കി നമ്മൾ വയ്ക്കുന്നത്. ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാരെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന രംഗം നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയാണ്. ഈശോ ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കി കൊണ്ടുവരികയാണ്. ദൈവവചനം ശ്രവിക്കുവാൻ വേണ്ടി ആളുകൾ ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടി. എന്തോ വലിയ കാര്യം സംസാരിക്കുകയാണ്, എന്തോ ഒരു വലിയ സംഭവം നടക്കുകയാണ്. അതുകൊണ്ട് ആളുകളെല്ലാം ഈശോയുടെ പക്കൽ തിങ്ങിക്കൂടുകയാണ്. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ തീരത്ത് നിൽക്കുന്ന ഈശോ അവിടെ 2 വള്ളങ്ങൾ കടന്നതിൽ ഒരു വള്ളത്തിൽ കയറിയിരിക്കുകയാണ്. ആ വള്ളം ശമയോന്റെ വള്ളമാണ്. എന്നിട്ട് ശമയോനോട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയുണ്ട്: യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. മാറ്റങ്ങൾ ആരംഭിക്കുന്ന ഇവിടുന്ന് അല്പം അകലേക്കൊന്ന് നീക്കിയിടാം. ഇപ്പോൾ പോകുന്ന ശൈലിയിൽ നിന്ന്, ഇപ്പോൾ ജീവിക്കുന്ന രീതികളിൽ നിന്ന്, ഇപ്പോൾ ചെയ്യുന്ന രീതികളിൽ നിന്ന് ജീവിതത്തെ ഒന്നും മാറ്റി ഒരൽപ്പം കൂടി ഒന്ന് നീക്കിയിടാൻ നമ്മൾ പരിശ്രമിച്ചാൽ അവിടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവചനം ശ്രമിക്കാൻ ഒരു പറ്റം ആളുകൾ ഈശോയുടെ ചുറ്റും കൂടി. ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് ആ മണൽപ്പരപ്പിൽ നിന്ന് യേശുവിന്റെ ചുറ്റും ഒരു പറ്റം ആളുകൾ കൂടിയപ്പോൾ ഈശോ വള്ളത്തിൽ കയറി അല്പം അകലേക്ക് മാറ്റി. അവിടെ ഇരുന്നു കൊണ്ട് ആ ജനക്കൂട്ടത്തെ ഈശോ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കലിന് ശേഷം ഈശോ അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിന് ശിഷ്യന്മാരെ നയിക്കുന്നതും ഇതിന്റെ പിന്നിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ വിഷയം ഇതാണ്: ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്താൻ വേണ്ടി കഴിയുന്നത്? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് അല്പം കൂടി ഒന്ന് മാറണം, കുറച്ചും കൂടി സ്നേഹമുള്ള ഒരു പിതാവായി, കുറച്ചും കൂടി കരുതലുള്ള ഒരമ്മയായി, കുറച്ചും കൂടി വാത്സല്യമുള്ള ഒരു സഹോദരനായി, കുറച്ചും കൂടി കരുതലുള്ള മാതാപിതാക്കളായി, കുറച്ചും കൂടി സ്നേഹമുള്ള മക്കളായി ഒക്കെ മാറണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ മാറണമെങ്കിൽ അതിൻ്റെ ആരംഭം അല്പം അകലേക്ക് മാറ്റി നിർത്തുക. വള്ളം ഒരല്പം അകലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവൻ അവരെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. എപ്പോഴാണോ ജീവിതത്തിൽ ഒരല്പം അകലം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്, ജീവിതത്തിൽ ഒരല്പം അകലം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്, അവിടെ മുതൽ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട്, ഈ ജനക്കൂട്ടത്തിനകത്ത് നിന്നുകൊണ്ട് അവിടെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കർത്താവ് തിരിച്ചറിയുക, ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുമ്പോൾ, ജനക്കൂട്ടത്തിന് അഭിമുഖം നിൽക്കുമ്പോൾ, ഈ സാഹചര്യത്തിന് അഭിമുഖം നിൽക്കുമ്പോൾ, ഈ സാഹചര്യത്തിൽ നിന്ന് അല്പം കൂടി അപ്പുറത്തേക്ക് മാറി നിന്ന് ഈ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട്, ഈ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട്, ഇവിടെ തന്നെ നിന്നുകൊണ്ട് മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയായ നിലപാടല്ല. കർത്താവ് ആ വള്ളത്തിൽ നിന്ന് അല്പം അകലേക്ക് മാറി നിന്നുകൊണ്ട് അവരെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു. ആ വലിയ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം കർത്താവ് നിന്ന സ്ഥലമാണ്. എന്നിൽ നിന്നൊരല്പം അകലേക്ക് മാറി നിന്നുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്ന ദൈവം എനിക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാഠം അല്പം ഒന്ന് മാറി നിൽക്കാം. അല്പം മാറി നിൽക്കാൻ പഠിക്കുമ്പോൾ,
അല്പം എന്നെ ഒന്ന് മാറ്റി നിർത്തുമ്പോൾ, എൻ്റെ ജീവിതത്തെ അല്പം അകലെ നിന്നുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലെ അനുഗ്രഹമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ മീൻപിടുത്തക്കാർ വല കഴുകി ഒഴിഞ്ഞ വള്ളങ്ങളിൽ ഒന്നിലേക്ക് കർത്താവ് കയറിയിരുന്ന് ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, ഇത്തിരി അങ്ങോട്ട് നീക്കിയിട്ടേ. ഇന്ന് കർത്താവ് നിന്നോടും പറയുകയാ, ഒരിത്തിരി അങ്ങോട്ട് നീക്കിയിട്, ഒരല്പം അകലമൊന്ന് സൃഷ്ടിച്ചെടുക്ക. ഈ തിങ്ങിമുട്ടുന്ന ജീവിത യാഥാർത്ഥ്യത്തിനിടയിൽ നിന്ന് ഒരല്പം അകലേക്കൊന്ന് മാറി നിൽക്ക്. ആ മാറി നിൽക്കുന്ന സാഹചര്യം നിന്റെ ജീവിതത്തിലേക്ക് നന്മയുടെ നിറവായി ദൈവം കൊണ്ടുത്തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മാറി നിൽക്കുന്നില്ല, എന്നും ഇത് തന്നെയാ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 12 മണിക്ക് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ ചക്രത്തിനിടയിൽ ഞെരിഞ്ഞമർന്ന് ഞാൻ കടന്നു പോവുകയാണ്. എനിക്കിതിനകത്തൊന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഈ തിക്കുമുട്ടലിനിടയിൽ നിന്ന് എനിക്കൊന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഈ വ്യഗ്രതയിടയിൽ നിന്ന് എനിക്കൊന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അവസ്ഥകൾ ഇതുപോലെ തന്നെ മുൻപോട്ട് പോകും. അല്പമൊന്ന് മാറി നിൽക്കാൻ, ഒരാശ്വാസത്തിന്റെ ഒരു നിമിഷം, ഒരു ചെറിയ ഇടവേള നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അവിടെയാണ് മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ശിഷ്യന്മാര് എങ്ങനെയാണ് കർത്താവിന്റെ വചനം കേട്ടത്? ഈ അല്പമൊന്ന് മാറ്റി നിർത്തിയപ്പോൾ. ജനക്കൂട്ടം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ വഞ്ചിയുടെ അമരത്തിരുന്ന് വഞ്ചി നിയന്ത്രിച്ചിരുന്ന ശിമയോൻ പത്രോസ് ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് കർത്താവിന്റെ വചനം. ആ വചനം കേൾക്കുന്ന ആ കൗതുകത്തിനിടയിൽ കർത്താവ് അവനോട് പറയുന്നു, നീ പുതിയൊരു മത്സ്യബന്ധനത്തിന് വേണ്ടി വലയിറക്കുക. അത്ഭുതകരമായ മത്സ്യബന്ധനം നടത്തുന്ന ശിമയോൻ പത്രോസിനെ നമ്മൾ അവിടെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി തിരക്കിൽ നിന്ന് മാറി നിൽക്കണം. നമുക്ക് തിരക്കാണല്ലോ, ഏത് കാര്യത്തിന് ചോദിച്ചാലും തിരക്കാണല്ലോ. അപ്പന്റെ മരിച്ചടക്കിന് വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോ തിരക്കാണ്. അമ്മ ആശുപത്രി കിടന്നപ്പോ കാണാൻ വന്നില്ല, തിരക്കാണ്. സഹോദരന്റെ വിവാഹത്തിനെത്തിയില്ല, തിരക്കാണ്. നാട്ടിലെ ഒരു കാര്യത്തിനും ആളെ കാണുന്നില്ല, തിരക്കാണ്. എങ്ങോട്ട് ഓടുന്നു തിരക്ക് പിടിച്ച്? ഈ തിരക്ക് പിടിച്ച് ഓടിയിട്ട് ജീവിതത്തിൽ എന്ത് നേടിയെടുത്തു? ഈ തിരക്കിനിടയിൽ നമ്മളെ തന്നെ നമുക്ക് നഷ്ടമാവുകയാണ്. നമ്മളുടെ ആരോഗ്യം നോക്കുന്നില്ല, നമ്മളുടെ ഒരു സമയം നോക്കുന്നില്ല, നമുക്കൊരു കുഞ്ഞു സന്തോഷത്തിൽ നിന്ന് ഒരുമിച്ച് ചേരാനുള്ള ഒരു സമയം നമ്മൾ നോക്കുന്നില്ല. തിരക്കോട് തിരക്ക്. ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതും ദൈവത്തിന്റെ അത്ഭുതത്തിന് പങ്കാളിയാകുന്നതും ദൈവത്തിന്റെ സ്നേഹത്തിന് പാത്രമാകുന്നതും ഈ തിരക്കുകളിൽ നിന്ന് അല്പമൊന്ന് മാറി നിൽക്കാൻ. ഒത്തിരി ദൂരേക്ക് പോകാനുമല്ല കർത്താവ് ആവശ്യപ്പെട്ടത്, അല്പമൊന്ന് മാറ്റി നിർത്തുക. ഈ ജീവിതത്തെ അല്പമൊന്ന് മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മളുടെ തകർച്ചകളും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. വീട്ടിനകത്തിരിക്കുമ്പോഴും ഈ ശാന്തതയുടെ സ്വകാര്യതയുടെ നിമിഷങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഏകാന്തമായിട്ടൊന്ന് ഇരിക്കാനോ ചിന്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കില്ല. കാരണം നമ്മൾ ഈ തിരക്കിനകത്താണ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, അല്പമൊന്ന് മാറ്റി നിർത്തുക. അല്പമൊന്ന് മാറ്റി നിർത്തുക. അല്പമൊന്ന് മാറ്റി നിർത്താൻ തയ്യാറുള്ളവന്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്നത് അത്ഭുതമാണ്. അല്പം മാറ്റി നിർത്താൻ തയ്യാറുള്ളവന്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. ശിമയോൻ പത്രോസിന്റെ വള്ളം നീക്കിയിടാൻ പറഞ്ഞു. ശിമയോൻ പത്രോസ് പറയുക, കർത്താവേ, വള്ളം ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, വല ഇങ്ങോട്ട് ഇറക്കി കഴുകിയിട്ടേ ഉള്ളൂ, ഇനിയിപ്പം വള്ളം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനൊന്നുമില്ല, ഈ വള്ളം കിടക്കുന്നിടത്ത് തന്നെ കിടക്കും, നിനക്ക് വേണേ കയറി പഠിപ്പിച്ചു. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. നമ്മുടെ പലപ്പോഴും സംസാരം അങ്ങനെയാ, ഇതിനകത്തൂടെ കിട്ടുന്ന അനുഗ്രഹം മതിയെന്ന്. പക്ഷേ ശിമയോൻ പത്രോസ് ആ വള്ളം അക്കരയ്ക്ക് നീക്കിയിട്ട് അതിലിരുന്ന് പഠിപ്പിക്കാനും ആ പഠിപ്പിക്കലിൽ സ്വയം പഠിക്കാനും ശിമയോൻ പത്രോസ് തയ്യാറായപ്പോൾ ആ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള മത്സ്യബന്ധനമാണ്. ഈ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന ശിമയോൻ പത്രോസിന്റെ പരാതിക്ക് പരിഹാരം കാണുന്ന ദൈവത്തെ ഈ ഗലീലിയ കടലിന്റെ കൊച്ചോളങ്ങളിൽ ഇങ്ങനെ ആടി ഉലഞ്ഞു കിടക്കുന്ന വള്ളത്തിൽ നിന്ന് പരിഹാരം കാണുന്ന കർത്താവിനെ കാണുക. നമ്മുടെയൊക്കെ ജീവിത ദുഃഖങ്ങളാണ് ശിമയോൻ പത്രോസിന്റെ അധരങ്ങളിലൂടെ പറയപ്പെട്ടത്. ഈ രാപകൽ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല, ഈ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും മിച്ചം വെക്കാൻ പറ്റിയിട്ടില്ല. എന്റെ വ്യഗ്രത നിറഞ്ഞ ജീവിതങ്ങൾക്ക് ഒരവശേഷിപ്പും തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ഒരു മനുഷ്യനും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇത്രയേറെ അധ്വാനിച്ചിട്ടും ഒരാളും എന്നെ പരിഗണിക്കുന്നില്ല. ദുഃഖങ്ങളല്ലേ? ശിമയോൻ പത്രോസ് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല.
ഇത് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബനാഥ, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാതിയല്ലേ ശമയോൻ പത്രോസിന്റെ അധരങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്? ഒന്നും കിട്ടിയില്ല, ഒരു സമാധാനവും ഇല്ല, ഒരു കുറവുമില്ല. ചില പ്രായമായ ചേട്ടന്മാരെ ചേട്ടത്തിമാരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി രോഗാവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ, നടുവിന് വേദനയാണ്, പുറത്ത് വിലക്കമാണ് എന്നൊക്കെ പറഞ്ഞ, എന്നിട്ട് മരുന്ന് ഒരുപാട് കഴിച്ചിട്ട് വീണ്ടും ചോദിക്കുക എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല. ഈ മരുന്നിങ്ങനെ കഴിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു കുറവുമില്ല. ഇത്രയേറെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ, രാപകൽ അധ്വാനിക്കുന്നുണ്ടല്ലോ, മിച്ചം വല്ലതും ഉണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചാൽ പറയും ഒന്നുമില്ല, കടം മാത്രം മിച്ചമുണ്ട്. പിന്നെ എന്തിനാ അധ്വാനിക്കുന്നത്? ഇതിങ്ങനെ അറിയാതെ ബോധമില്ലാതെ നമ്മൾ ചെയ്തു പോവുകയാ. ശമയോൻ പത്രോസ് ഇതുപോലെ തന്നെ പറഞ്ഞു, ഈ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും, പകലത്തെ അധ്വാനം വേറെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കർത്താവിനോട് പറഞ്ഞു, നീ വലയിറക്കുക, നീ വലയിറക്കുക, വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിറക്കുക. കർത്താവ് പറഞ്ഞ കാര്യം അതാ. അത് കേട്ട് ശമയോൻ പത്രോസ് വലയിറക്കി. വളരെ ഏറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. എപ്പോഴാണ് അവന് വലിയൊരു മത്സ്യ കൊയ്ത്ത് കിട്ടിയത്? അല്പം വള്ളം മാറ്റിയിടാൻ തയ്യാറായപ്പോൾ, ആ മാറ്റിയിട്ട വള്ളത്തിൽ നിന്ന് ജീവിതത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചപ്പോൾ, ആ ശ്രദ്ധയുടെ ഒടുവിൽ കർത്താവ് വ്യക്തിപരമായി ശമയോൻ പത്രോസിനോട് പറഞ്ഞ നിർദ്ദേശം അവൻ നടപ്പാക്കിയപ്പോൾ, നാളിതുവരെ ലഭിക്കാതിരുന്ന വലിയ ഒരു മീൻ കൊയ്ത്ത് അവന് ലഭിച്ചു. ഈ വചനം നമുക്കൊരു സന്ദേശം നൽകുകയാണ്. ഇന്നുവരെ കടന്നു വന്ന വഴികളിൽ അതേ രീതിയിൽ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടാക്കിയെടുക്കാൻ, ദൈവഹിതമനുസരിച്ചുള്ളൊരു വിജയമുണ്ടാക്കിയെടുക്കാൻ പ്രിയപ്പെട്ട കുഞ്ഞെ നമുക്ക് പറ്റുകയില്ല. അത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ശൈലിയിൽ നിന്ന് എപ്പോഴാണോ അല്പമൊന്ന് വള്ളം മാറ്റിയിടാൻ വേണ്ടി പറ്റുന്നത്, ഈ ചെയ്യുന്ന രീതികളിൽ നിന്ന് അല്പം കൂടി ഒന്ന് മാറ്റിയിട്ടുകൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിന് ജീവിതത്തെ വിധേയമാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വിജയം കൊണ്ടുത്തരും. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വിജയം കൊണ്ടുത്തരും. ഒരേ രീതിയിൽ പോയവരുടെ ജീവിതമല്ല മാറിയത്. വള്ളവും വലയും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ കഥ നമുക്കറിയാം. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വരെ കേൾക്കാതിരുന്ന ഒരു കാര്യത്തിനു വേണ്ടി മീൻപിടുത്തം എന്ന് പറയുന്ന ഒരേ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവന്റെ ജീവിതത്തിൽ മനുഷ്യനെ പിടിക്കുക എന്ന ഒരു പുതിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കർത്താവ് അവരെ വിളിച്ചപ്പോൾ അല്പമൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തയ്യാറായി. അതാണ് വലിയ വിജയമായിട്ട് മാറിയത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ ലോക ചരിത്രത്തിൽ ഒരേ വഴിയെ ചിന്തിച്ചവരാണോ അല്പം മാറി ചിന്തിച്ചവരാണോ വിജയത്തിലേക്ക് കടന്നു വന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, അല്പമൊന്ന് മാറി ചിന്തിച്ചു, അല്പമൊന്ന് മാറി ചിന്തിച്ചു. ഭാരതം അഭിമാനത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന കൽക്കട്ടയുടെ മാലാഖയായ മദർ തെരേസ എല്ലാവരും ചെയ്യണ പോലെ അല്ലല്ലോ ചെയ്തത്, എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലല്ലോ ചെയ്തത്. അല്പമൊന്ന് മാറി ചിന്തിച്ചപ്പോൾ ദൈവരാജ്യത്തിന് പുതിയ ഭാവം കൊടുക്കാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞു. ചരിത്രത്തിന്റെ വഴികളിൽ നമ്മൾ കാണുന്ന വ്യക്തികൾ, വിശുദ്ധ അൽഫോൻസാമ്മ, എല്ലാവരും ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ചിന്തിച്ചത്, അല്പം മാറി ചിന്തിച്ചു. ഈ നിശബ്ദമായ സഹനത്തിന്റെ അന്തരീക്ഷങ്ങളിൽ എവിടെയോ ദൈവത്തിന്റെ കാത്തിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പം ഒന്ന് മാറി ചിന്തിച്ചു. ഈ അല്പം ഒന്ന് മാറാൻ, ഈ വഴിയിൽ നിന്ന് വഴിയോരത്തേക്ക് അല്പം ഒന്ന് മാറി നിൽക്കാൻ, മാറാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. വഴിയൊന്ന് അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഒന്ന് വെട്ടിച്ച് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു നിമിഷം ഒന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പല അപകടങ്ങളും ഉണ്ടാകുകയില്ല. പക്ഷേ അവിടെയൊന്നും ആ മാറി നിൽക്കുന്ന മനസ്സ് നമുക്കില്ലാതായി പോകുന്നു. ഒരല്പം ഒന്ന് മാറി നിൽക്കാം, അതിനുശേഷം പുതിയ ഒരു സൂര്യോദയവും പുതിയ ഒരു പൂക്കാലവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് സൂക്ഷിക്കാൻ ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുക. മാറി നിൽക്കണം കുറച്ച് സമയത്തേക്ക്. നിറഞ്ഞ സാന്നിധ്യങ്ങൾ എപ്പോഴും തിരിച്ചറിയപ്പെടുന്നത് അവർ അല്പം ഒന്ന് മാറി നിൽക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനല്ല, മറിച്ച് ചിന്താപരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാക്കിയെടുക്കണം. ഈ ഒരു കുടുംബത്തിന്റെ പിതാവാകാം, മാതാവാകാം, ഒരുപക്ഷെ ഒരു മകനോ മകളോ ആകാം. നിന്റെ ജീവിതത്തിൽ നീ ഒരു അല്പം ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കണം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള
വിശുദ്ധിയുടെ പദത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത് മാറി നിന്നൊന്ന് ചിന്തിച്ചപ്പോഴാണ്. ലോകത്തിലെ വിശുദ്ധി നിറഞ്ഞ വ്യക്തികളും ഉന്നതമായ വ്യക്തികളും ഒക്കെ വന്നത് മാറി നിന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടി പഠിച്ചപ്പോഴാണ്. ആ മാറി നിന്നുള്ള ചിന്ത ഏറ്റവും അനിവാര്യമാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച്. എന്തുകൊണ്ട് നമുക്കിവിടെ ഉപ്പുണ്ടാക്കിക്കൂടാ? ഒന്ന് മാറി നിന്ന് ചിന്തിക്കുക. അല്പം ഒന്ന് മാറ്റിയിട്ടതാ. ആ മാറ്റിയിട്ടതിന്റെ ഗുണം നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വള്ളത്തെ ഒന്ന് മാറ്റിയിടാൻ കർത്താവ് ഓരോ ദിവസവും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മാറി ചിന്തിച്ച്. ഒരു കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും തമ്മിൽ ചെറിയ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പല ആവർത്തി തോന്നി മിണ്ടാതിരുന്നാൽ മതി. പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എപ്പോഴാണോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങളുടെ ആ മൗനം ശ്രദ്ധേയമായി മാറുകയാണ്. ആ അസ്വസ്ഥത അവിടെ അവസാനിക്കുകയാണ്. എന്നും പറയുന്ന വാക്കിന് മറുവാക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വഴക്ക് അന്തമില്ലാതെ നീളുകയാണ്. എന്നാൽ എപ്പോഴാണോ ഒരു വാക്കിന് ഒരു മൗനം സമ്മാനമായി കൊടുക്കുന്നത്, അവിടെ വെച്ച് ആ വഴക്കുകൾ അവസാനിക്കുകയാണ്. അപ്പോഴാ മൗനത്തെ കുറിച്ചുള്ള ചിന്തയായി. ആ സകലം മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പന് നേരെ കയർത്താണ് അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോ അമ്മ അങ്ങ് മൗനമായി. കുട്ടികളെല്ലാം നോക്കി നിൽക്കുകയാ. ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. അമ്മ മൗനമായി. മൗനമായ നിമിഷത്തിൽ അവളുടെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീര് കൂടി ഇറ്റു വീണു. ആക്രോശിച്ചുകൊണ്ടിരുന്ന ആ കുടുംബനാഥൻ അയാളും മൗനമായി. ആ കണ്ണുകളിലേക്കൊന്ന് ഉറ്റുനോക്കി. നീ എന്തിനാ കരയുന്നത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞതല്ലല്ലോ. അല്പമൊന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ, ഒരു നിമിഷം ഒന്ന് മൗനമാവാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കും അത്ഭുതങ്ങൾ കടന്നു വരാനിടയുണ്ട്. കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം ഇതാ, ഒന്ന് മാറ്റി നിർത്ത്. എത്ര ആവർത്തി പറഞ്ഞു നമ്മളോട്, മാറ്റി നിർത്ത്. നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ ഒന്ന് മൗനമായിട്ടിരിക്കുക. പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഈ ഇടപെടൽ ഒരു നിമിഷം അവസാനിപ്പിക്കുമ്പോൾ, ഈ സംസാരം ഒരു നിമിഷം നിർത്തിവെക്കുമ്പോൾ, ഈ മൗനത്തിനൊരു ഇടം കൊടുക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ കടന്നു വരികയാണ്. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും മാറ്റി നിർത്താൻ ദൈവം എത്രയോ തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഇതല്ലാത്ത ഒരു ശൈലിയുണ്ട് എന്ന് നമ്മളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് കേൾക്കുന്നില്ല. നമ്മുടെ ജീവിതം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് ഈ അല്പം ഒന്ന് മാറ്റി നിർത്തുമ്പോഴാണ്. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മാറ്റി നിർത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ആ തീരത്ത് ഒരുപാട് ജനങ്ങളുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ജനങ്ങൾ കേട്ടേക്കാം, അവരാ വാക്കുകളിൽ ആകൃഷ്ടരായേക്കാം. ആ ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറ്റി നിർത്താൻ കർത്താവ് ആവശ്യപ്പെട്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നിന്റെ ജീവിതത്തോടും കർത്താവിന് പറയാനുള്ളത് അല്പം മാറ്റി നിർത്ത്. അല്പം മാറ്റി നിർത്ത്. ഈ ജനക്കൂട്ടത്തിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന്, ഈ സംസാര ശൈലിയിൽ നിന്ന്, ഈ പെരുമാറ്റ ശൈലിയിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുക. ആ മാറ്റം നിന്റെ ജീവിതത്തിൽ വലിയ കൃപകൾക്ക് കാരണമായി മാറും. പത്രോസ് ആ വള്ളം അങ്ങോട്ട് മാറ്റി നിർത്തി. ആ വള്ളത്തിലിരുന്ന് സംസാരിച്ചു. പിന്നീട് ഈശോ സംസാരിച്ചത് മുഴുവനും പത്രോസിനോട്. അതാണ് പ്രത്യേകത. നീ എപ്പോഴാണോ നിന്റെ ജീവിതത്തെ മാറ്റി നിർത്തുന്നത്, അപ്പോൾ മുതൽ കർത്താവിന് നിന്നോട് സംസാരിക്കാൻ നീ ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന കർത്താവ് നീ ഈ വള്ളം മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ നിന്നോട് സംസാരിക്കാൻ തുടങ്ങി. വചനത്തിൽ നമ്മളത് കാണുകയാണ്. ശമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും പരാജയങ്ങളെയും പരിഹരിക്കാൻ വേണ്ടി ദൈവം വരുന്നു. എന്റെ ജീവിതമാകുന്ന തോണിയുടെ അമരത്തേക്ക് അവൻ വന്നിരിക്കുന്നു. മാറ്റി നിർത്തൂ, ജീവിതത്തെ ഒന്ന് മാറ്റി നിർത്തൂ. ഒരുപക്ഷെ പ്രയാസമേറിയ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജീവിതത്തെ ഒന്ന് മാറ്റി നിർത്തി ചിന്തിക്കാൻ, ഒരല്പം കൂടി അങ്ങോട്ട് നീങ്ങി നിന്ന് ചിന്തിക്കാൻ, ഒരുപക്ഷെ ഒരു നിമിഷത്തേക്കൊന്ന് മൗനമാകാൻ, ഒരു നിമിഷത്തേക്കൊന്ന് നിശ്ചലമാകാൻ നമ്മുടെ ജീവിതത്തിന് സാധിക്കുന്നുവെങ്കിൽ, ഈ വ്യഗ്രത നിറഞ്ഞ ഓട്ടങ്ങൾക്കകത്തല്ല, മറിച്ച് ഈ മൗനമാകുന്ന, ഈ നിർത്തിവെക്കുന്ന, മാറ്റിയിടുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളെന്ന് തിരിച്ചറിയാൻ ഈ വചനം നമ്മളെ ആവശ്യപ്പെടുകയാണ്. നീ ഒന്നും വേണ്ടേണ്ട, കർത്താവ് നിന്നോട് സംസാരിക്കും. നിന്നോട് പറഞ്ഞത് ഇത് മാത്രമാണ്, ഒന്ന് മാറ്റി നിർത്താം. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ തരത്തിലുള്ള ഒരു പിന്മാറ്റമാണ്. നമുക്കറിയാം, ചിലപ്പോൾ കടൽ പിൻവാങ്ങുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മുമ്പ് സുനാമി ഉണ്ടായപ്പോൾ അതായിരുന്നു ഒരു അടയാളമായിട്ടുണ്ടായിരുന്നത്. കടൽ പിൻവാങ്ങുന്നു. എന്തിനാണ് പിൻവാങ്ങുന്നത്? മുന്നോട്ട് കയറി വരാനാണ് പിൻവാങ്ങുന്നത്. സൈന്യം പിൻവാങ്ങിയിരിക്കുന്നു. സൈന്യം എന്തിനാണ് പിൻവാങ്ങുന്നത്? തോറ്റോടാനല്ല, മറിച്ച് കൂടുതൽ
ശക്തിയോടുകൂടി ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ടാണ് പിൻവാങ്ങുന്നത്. അപ്പൊ അല്പം മാറ്റി നിർത്തുന്നത് പുറകോട്ട് ഇറങ്ങിപ്പോകാനല്ല, മുന്നോട്ട് കയറി വരാനാണ്. കർത്താവാണ് പറയുന്നത് മാറ്റി നിർത്താൻ, ദൈവമാണ് പറയുന്നത് മാറ്റി നിർത്താൻ. ആ ദൈവം മാറ്റി നിർത്തുന്നുവെങ്കിൽ ആ മാറ്റി നിർത്തലിനപ്പുറത്ത് ഒരു മുന്നേറ്റത്തിനുള്ള സമയമുണ്ട് എന്ന്, ഒരു മുന്നേറ്റത്തിൻ്റെ മഹാമൗനമുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയല്ലേ ഈ തിരുവചനം. പലപ്പോഴും പുറകോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം മുൻപോട്ട് കയറിയതല്ലേ. പുറകോട്ടിറങ്ങിയാൽ മുൻപോട്ട് കയറിയ ഭൂവിഭാഗം കൂടി നഷ്ടപ്പെടുമെന്നുള്ള പരാജയ ഭീതിയാണ് നമുക്കുള്ളതെങ്കിൽ ഈ പരാജയത്തിനകത്ത് ദൈവം വിജയമൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷീണങ്ങൾക്കും നമ്മുടെ അധ്വാനത്തിൻ്റെ തളർച്ചകൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ദൈവം ഒരു വലിയ വിജയമൊരുക്കിയിട്ടുണ്ട്. ആ വിജയത്തെ ആസ്വദിക്കാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. പുറകോട്ടിറങ്ങിപ്പോകാനല്ല, അല്പമൊന്ന് മാറ്റിയിടാം, അല്പമൊന്ന് മാറ്റിയിടാം. അത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമല്ല, മറിച്ച് ഉത്തരവാദിത്തങ്ങളെ തീഷ്ണതയോടുകൂടി നോക്കി നിൽക്കുന്ന അനുഭവമാണത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, മക്കൾ എന്ന നിലയ്ക്ക്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു മാറ്റത്തിനുള്ള സാധ്യതകളെ നമ്മൾ പരിശോധിക്കണം. അത് നമ്മുടെ വിജയത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. നിരന്തരമായ പരിശ്രമത്തിനിടയിൽ നമ്മൾ എടുക്കുന്ന ഈ ആശ്വാസത്തിന്റെ നിമിഷം കൂടുതൽ ശക്തിയോടുകൂടി മുൻപോട്ട് പോകാനുള്ള വലിയ ഒരു അവസരം നമുക്ക് നൽകുകയാണ്. നമ്മൾ അല്പം പുറകോട്ടിറങ്ങുമ്പോൾ മുൻപോട്ട് പോകാനുള്ള കരുത്തിലേക്കാണ് നമ്മുടെ ജീവിതം എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതുപോലെ ശമയോൻ പത്രോസിനെ പോലെ നിർനിമേഷമായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ വഞ്ചിയിൽ അടുത്തിരുന്ന് കേൾക്കാനുള്ള ഒരവസരം കൂടിയാണത്. നമ്മളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെപ്പോഴും പല കാര്യങ്ങൾ വ്യഗ്രതരായിരിക്കുന്നു. പക്ഷെ എപ്പോഴാണ് കർത്താവ് പറയുന്നത് നമ്മളൊന്ന് കേൾക്കുന്നത്? ഈ അല്പം മാറ്റിയിടുന്ന വഞ്ചിയിലിരുന്ന് മാത്രമേ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്നിട്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ ശമയോന്റെ കാതിലേക്ക് മന്ത്രിച്ചതുപോലെ നീ വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിറക്കാൻ കർത്താവ് പറയുമ്പോൾ അവിടെ വലയിറക്കാൻ നമുക്ക് കഴിയണം. ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ആ ആരവത്തിനിടയിൽ നിന്നുകൊണ്ട് എവിടേക്ക് വലയിറക്കണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നീക്കിയിട്ട പടവിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. അവിടുന്ന് പറയും, ഈ രാത്രി മുഴുവനും നിന്റെ അധ്വാനത്തിന്റെ പരാജയത്തിന്റെ കയ്പ് നീര് കുടിച്ച് മങ്ങിയ നിന്റെ മുഖത്തിലേക്ക് പ്രകാശമായി കടന്നു വരാൻ കർത്താവ് കടന്നു വരും. നമുക്ക് നീക്കിയിടാം. പരാജയമല്ലത്, അല്പം കൂടി വഞ്ചി നീക്കിയിട്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിലേക്ക് കടന്നു പോകാം. ഒരുപക്ഷെ നമ്മുടെ മൗന ദുഃഖങ്ങൾ, ആരുമറിയാത്ത കണ്ണുനീര് ഒക്കെ ദൈവം കാണുന്നുണ്ട്. നീ മിണ്ടാതിരുന്നപ്പോൾ പരാജയപ്പെട്ടു പോയി എന്ന് ചിലപ്പോൾ നിനക്കൊരു തോന്നലുണ്ടാകാം. ഒന്നും പേടിക്കരുത്, കർത്താവാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു മാറ്റിയിട്ട പടവിന്റെ ഉത്തരവാദിത്വം അവനുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവനിരുന്ന പടവിന്റെ സമൃദ്ധിക്ക് ഉത്തരവാദിത്വം അവനുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ശമയോൻ പത്രോസിന്റെ ജീവിതത്തിൽ അന്ന് വരെയില്ലാത്ത അത്ഭുതകരമായ ഒരു മത്സ്യബന്ധനത്തിന് കാരണമാക്കി മാറ്റിയത് ഈ വഞ്ചി ഒന്ന് മാറ്റിയിട്ടപ്പോഴാ. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നെ കർത്താവ് വിളിക്കുകയാണ് അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിലേക്ക്, അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വിളിക്കുകയാണ്. അതിന് മുന്നോടിയായി കർത്താവ് പറയുന്നു, ഒന്ന് മാറ്റിയിട, നമുക്ക് നമ്മുടെ വഞ്ചി ഒന്ന് മാറ്റിയിടാം. കർത്താവ് അതിൻ്റെ അമരത്തേക്ക് കയറിയിരിക്കുവാൻ നമുക്ക് അവൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയുടെ അമരത്തേക്ക് അവനെ കയറ്റിയിരുത്താം. അവൻ പറയുന്ന അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ ഈ ജനക്കൂട്ടത്തോടൊപ്പം നമുക്കും കേൾക്കാം. പിന്നീട് പതുക്കെ ഒന്നുകൂടി കാതോർക്കാം. അവൻ എന്തോ നമ്മളോട് പറയാനുണ്ടല്ലോ. വളരെ സ്വകാര്യമായി നമ്മുടെ ചെവികളിലേക്ക് അവിടത്തേക്ക് എന്തോ പറയാനുണ്ട്. അത് കേൾക്കാം. അത് ഒരുപക്ഷെ പത്രോസിനോട് പറഞ്ഞതുപോലെ വലതുവശത്തേക്ക് ആഴത്തിലേക്ക് നീക്കി വലയിടാറായിരിക്കും. എങ്കിൽ അത് സമൃദ്ധിയുടെ ഒരു വലയിടലാണ്. അത് പൊക്കിയെടുക്കുമ്പോൾ നിറഞ്ഞ മത്സ്യങ്ങളായിരിക്കും അതിനകത്തുണ്ടാവുക. അത് നമുക്ക് സമൃദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു ജീവിതം പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ ഈ കടലോരത്ത് അങ്ങയുടെ കരുതലിൻ്റെ വഞ്ചിയിൽ അല്പം മാറിയിരുന്ന് നിന്റെ സ്നേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മാറ്റിയിടാത്ത വഞ്ചിയിൽ ഒരിക്കലും മാറ്റമില്ലാത്ത വാക്കുകൾ കേൾക്കാൻ എനിക്ക് കഴിയുകയില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, എൻ്റെ വഞ്ചി ഒരല്പം മാറ്റി നിർത്താൻ, ഈ കടലിൻ്റെ ഓളപ്പരപ്പിലേക്ക് അല്പമൊന്ന് മാറ്റി നിർത്താൻ കർത്താവെ, നിന്റെ തിരുമുഖത്തു നിന്ന് അങ്ങയുടെ സ്നേഹാശിസ്സുകൾ ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹം പകരുന്ന ആശിസ്സുകൾ സ്വീകരിക്കുവാൻ അവിടെ തന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒന്നും മിണ്ടാതിരിക്കുവാൻ, ഒന്ന് കാതു കൊടുക്കുവാൻ, ഒരു നിമിഷം ശാന്തമായി നിന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ
അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ. എൻ്റെ വ്യഗ്രത നിറഞ്ഞ ജീവിതാവസ്ഥകളിൽ നിന്ന് അവിടുന്ന് എനിക്ക് മോചനം നൽകണമേ. ശാന്തതയോടുകൂടെ അങ്ങയുടെ സ്നേഹത്തോയെ സമീപിക്കുവാൻ കർത്താവെ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തോട് ചേർന്നായിരുന്നു ജീവിക്കുവാനും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുവാനും അവിടുന്ന് എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.